ഇന്ന് രാവിലെ കണ്ണുകൾ തുറന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ തോന്നി? ഉത്സാഹത്തോടെയും പുതുമയോടുകൂടി നിങ്ങൾക്ക് ദിനം തുടങ്ങാൻ സാധിച്ചോ? അതോ പകുതി തളർന്ന നിലയിലോ? ഹായ് എവ്രിവൺ, ഞാൻ ഫാത്തിമ ഫാഗിർ. ഉറക്കം അല്ലെങ്കിൽ സ്ലീപ്പ് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് നോക്കാം. എന്താണ് ഉറക്കം? നമ്മുടെ ജീവിതകാലത്തിന്റെ 1/3 ഭാഗം നമ്മൾ ഉറക്കത്തിലാണ് ചെലവഴിക്കുന്നത്. നല്ല ആരോഗ്യത്തിന്റെ രഹസ്യം തന്നെ നല്ല ഉറക്കത്തിലാണുള്ളത്. നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് നമ്മുടെ മനസ്സിന്റെയും ശരീരത്തിന്റെയും റീസ്റ്റോറേഷൻ പ്രോസസ് നടക്കുന്നത്. അതായത് പുനഃസ്ഥാപനം നടക്കുന്ന ഒരു സമയം. നമ്മൾ കറക്റ്റ് ആയിട്ട് ഉറങ്ങിയില്ലെങ്കിൽ ഇതെല്ലാം തകരാറിലാകും. ഈ ഉറക്കം എന്ന് പറയുന്നത് 2 ടൈപ്പാണ്. REM സ്ലീപ്പും നോൺ REM സ്ലീപ്പും. REM സ്ലീപ്പ് എന്നാൽ റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ്. നമ്മുടെ കണ്ണുകളിലെ വേഗത കൂടുന്ന ആ ഒരു സമയത്തായിരിക്കും. അടുത്തത് നോൺ REM സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ നോൺ റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഉറക്കം 4 സ്റ്റേജസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ സ്റ്റേജ് നമ്മൾ കിടന്നു കഴിഞ്ഞ് ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്ന ഒരു സമയം. അതാണ് ആദ്യത്തെ സ്റ്റേജ് വരുന്നത്. അതൊരു 5 മിനിറ്റ് വരെ ആ ഒരു ടൈം ആ ഒരു സ്റ്റേജിൽ പോയിക്കൊണ്ടിരിക്കും. അതിനുശേഷം നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് കടക്കും. അതെന്ന് പറയുന്നത് ലൈറ്റ് സ്ലീപ്പ് തന്നെയാണ്. പക്ഷേ നമ്മുടെ ശരീരം റിലാക്സ് ചെയ്യുന്ന ഒരു ടൈം ആയിരിക്കും അത്. നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഉണരാൻ പറ്റിയ ഒരു സമയം സെക്കൻഡ് സ്റ്റേജ് ആണ്. ഈ ടൈമിൽ നമ്മൾ ഉറക്കം എഴുന്നേറ്റാൽ നമുക്കധികം ക്ഷീണം അങ്ങനെയുള്ള കാര്യങ്ങൾ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. ഈ ഒരു സ്റ്റേജ് ഒരു 25 to 30 മിനിറ്റ്സ് ആ ഒരു അത്രയും ഒരു ടൈം എടുക്കും. ആ സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ 3ാമത്തെ സ്റ്റേജിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അതെന്ന് പറയുന്ന ഡീപ്പ് സ്ലീപ്പ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ്. ഈ സമയത്ത് നമ്മുടെ ബ്രെയിനും ബോഡിയും ഒക്കെ ഒരു റിലാക്സ് ചെയ്യുന്ന ഒരു ടൈമാണ്. ആ സമയത്ത് നമ്മൾ ഉറക്കം എഴുന്നേൽക്കുകയാണെങ്കിൽ നമ്മൾ ഭയങ്കര ക്ഷീണവും അതുപോലെ തന്നെ ഒരു ഉഷാറില്ലായ്മയൊക്കെ നമുക്ക് തോന്നും. ഈ 3 സ്റ്റേജും നോൺ റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്റ്റേജ് ആണ്. നമ്മൾ ഉറങ്ങുമ്പോൾ കണ്ണുകളൊന്നും അനങ്ങാതെ നല്ല സ്ലീപ്പിലായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ 3ാമത്തെ സ്റ്റേജ് കഴിഞ്ഞാൽ നമ്മൾ 4ാമത്തെ സ്റ്റേജിലേക്ക് കടക്കുകയാണ്. അതായത് നോൺ റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്റ്റേജിൽ നിന്ന് റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്റ്റേജിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ സ്വപ്നങ്ങൾ കാണുന്നത്. പലതരം സ്വപ്നങ്ങൾ കാണും. നമ്മുടെ ശരീരമൊക്കെ റിലാക്സ്ഡ് ആയിട്ടുള്ള ടൈം. നമ്മുടെ കൈയും കാലും ഒന്നും അനക്കാൻ പറ്റാത്ത ഒരു ടൈം ആയിരിക്കും. കാരണം നമ്മൾ സ്വപ്നം കാണുന്ന സമയത്ത് നമ്മൾ ഉറങ്ങുകയാണെന്നുള്ള ഒരു ചിന്ത നമുക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മുടെ ശരീരം അധികം അനങ്ങാതെ ആയിരിക്കും നമ്മൾ കിടക്കുന്നത്. ഈ സമയത്ത് ഉറക്കം എഴുന്നേറ്റാൽ നമ്മൾ ഭയങ്കര റെസ്റ്റ്ലെസ് ഒക്കെ ആയിരിക്കും. ഈ 4 സ്റ്റേജും നമ്മളുടെ ഒരു ദിവസത്തെ ഉറക്കത്തിലല്ല, ഒരു ദിവസത്തെ ഉറക്കത്തിൽ പലതവണ ഈ 4 സ്റ്റേജും വന്നു പോകാറുണ്ട്. ഇനി എന്തുകൊണ്ടാണ് നമുക്ക് ഉറക്കം അത്ര ഇമ്പോർട്ടന്റ് എന്ന് നോക്കാം. അത് നമ്മുടെ ബ്രെയിനിലെ ടോക്സിൻസിനെ ക്ലീൻ ചെയ്യാൻ സഹായിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഫിസിക്കൽ റീസ്റ്റോറേഷനും നമ്മളുടെ ഉറക്കം ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മൾ അന്നത്തെ ദിവസത്തെ എന്തൊക്കെ ഇൻഫർമേഷൻസ് ഉണ്ടോ അതൊക്കെ പ്രോസസ് ചെയ്യാനും മെമ്മറൈസ് ചെയ്യാനും നമ്മളെ ഉറക്കം സഹായിക്കുന്നു. അതുപോലെ നമ്മുടെ മൂഡ് റെഗുലേറ്റ് ചെയ്യാൻ, നമ്മൾ ഉറക്കത്തിൽ എങ്ങനെയാണോ ഉറങ്ങിയത് അതിനനുസരിച്ചിരിക്കും നമ്മുടെ പിറ്റേ ദിവസത്തെ മൂഡ്, അല്ലെ? ചിലപ്പോൾ മോശമായിരിക്കും, ചിലപ്പോൾ നല്ല സന്തോഷത്തിലായിരിക്കും. നമ്മൾ കറക്റ്റ് ഉറക്കമാണെങ്കിലേ നമ്മുടെ മൂഡൊക്കെ കറക്റ്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം സ്ട്രെങ്തൻ ചെയ്യാൻ നമ്മളെ ഉറക്കം സഹായിക്കും. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഒരു പ്രത്യേകതരം പ്രോട്ടീൻ നമ്മുടെ സെല്ലിലേക്ക് പുറപ്പെടുവിക്കും. അപ്പോ ആ പ്രോട്ടീൻ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം സ്ട്രെങ്തൻ ചെയ്യാൻ എങ്ങനെ സഹായിക്കും എന്നാൽ നമ്മൾ ഇൻഫെക്ഷനെയും അതുപോലെ തന്നെ ഇൻഫ്ലമേഷനെയും ഫൈറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോട്ടീൻ ആണ്. ഉറങ്ങുന്ന സമയത്ത് മാത്രമേ ഈ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അപ്പോ നമുക്ക് സ്ലീപ്പിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമ്മുടെ ഉറക്കമില്ലായ്മ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ ബാധിക്കുക എന്ന് നോക്കാം. ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റായിക, അതായത് അതുപോലെ നമ്മുടെ മൂഡ് ശരിയാവാതിരിക്കുക, അതുപോലെ നമ്മുടെ മെമ്മറി ഓർമ്മയില്ലായ്മ, പെട്ടെന്ന് മറവി ഉണ്ടാവുക, അതുപോലെ തന്നെ ക്ഷീണം. ഇതൊക്കെ ഒരു ഉറക്കമില്ലായ്മയുടെ ഒരു ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു കോസസ് ആണ്.
ഇനി ലോങ് ടേം ആയിട്ടുള്ള ഒരു കോസസ് എന്താണെന്ന് വെച്ചാല് പുവർ വർക്ക് പെർഫോമൻസ്. നമ്മുടെ മൊത്തം ജോലിയെ തന്നെ ഈ ഉറക്കം ഫുള്ള് ബാധിക്കും അല്ലെ. അതുപോലെ തന്നെ കോഗ്നിറ്റീവ് ഡിക്ലൈൻ, അതായത് നമ്മുടെ തിങ്കിങ് എബിലിറ്റി കുറഞ്ഞുകൊണ്ട് വരും. അതുപോലെ തന്നെ ഹൈ റിസ്ക് ഓഫ് ഡെമൻഷ്യ എന്നുള്ള ഒരു അസുഖം നമ്മൾക്ക് പ്രായമാകുമ്പോൾ വരുന്നൊരു മറവിയുള്ള ഒരു അസുഖമാണ്. അത് നമ്മുടെ ഉറക്കക്കുറവ് മൂലം ലോങ് ടേം ആയിട്ടുള്ള ഒരു വലിയൊരു എഫക്റ്റിലേക്ക് വഴുതി വീഴും. ഇനി നല്ല ഉറക്കം എന്ന് ഇത്രയും നേരം നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ് നമ്മൾ ഉറങ്ങേണ്ടത്, ആ ഒരു സ്ലീപ്പ് ഹൈജീൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് നമുക്ക് നോക്കാം. കൃത്യമായിട്ടുള്ള സമയത്ത് തന്നെ എല്ലാ ദിവസവും കിടന്നുറങ്ങാൻ ശ്രമിക്കണം. ഒരു ടൈമിൽ തന്നെ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുക. നമ്മൾ ഒരു 10 മണിക്ക് കിടന്നുറങ്ങുമെന്ന് നമ്മൾ നിശ്ചയിക്കുകയാണെങ്കിൽ ആ 10 മണിക്ക് തന്നെ കിടന്നുറങ്ങുക. പിറ്റേ ദിവസം സെയിം റുട്ടീനിൽ തന്നെ ആയിരിക്കണം നമ്മൾ പോവുക. എന്തൊക്കെ വന്നാലും 10 മണിക്ക് തന്നെ കിടന്നുറങ്ങണം എന്നുള്ള ഒരു ദൃഢനിശ്ചയം നമ്മൾ ഉണ്ടാക്കണം. രണ്ടാമത് എന്ന് പറയുന്നത് നമ്മൾ എക്സസൈസ് ചെയ്യുക. ഡെയിലി എക്സസൈസ് ചെയ്താൽ നല്ലൊരു സ്ലീപ്പിനും നല്ല മൈൻഡിനും ഒക്കെ എക്സസൈസ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഡെയിലി നമ്മൾ എക്സസൈസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ബെഡ്റൂം, നമ്മൾ കിടക്കുന്ന ബെഡ്റൂം എപ്പോഴും നല്ല നീറ്റ് ആയിട്ട് വെക്കുക. നല്ല പില്ലോയും ഇതൊക്കെ നീറ്റായിട്ട്, ബെഡ്ഷീറ്റ് ഒക്കെ ചുളിവൊന്നുമില്ല, നല്ല നീറ്റായിട്ട് വൃത്തിക്ക് വിരിച്ച് ഇടണം. അത് നമ്മളെ നല്ല ഉറക്കത്തിന് തന്നെ സഹായിക്കും. അതുപോലെ ഒരു നൈറ്റ് ടൈം റൂട്ടീൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അതായത് നമ്മൾ രാവിലെ മൊത്തം അലഞ്ഞു തിരിഞ്ഞ് ഓരോ ജോലിയൊക്കെ ചെയ്ത് രാത്രി ഒന്ന് റിലാക്സ് ചെയ്യാൻ വരുന്ന ടൈമാണ്. അപ്പൊ നമ്മൾ ഒന്ന് റീഫ്രഷ് ആയിട്ട് മേലൊക്കെ കഴുകിയിട്ട് വേണം കിടന്നുറങ്ങാനായിട്ട്. നമ്മൾ ആ ഒരു റീഫ്രഷ് ആയിട്ട് കിടന്നു കഴിഞ്ഞാലേ നമ്മുടെ ഉറക്കം കറക്റ്റ് ആവുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു അഴുക്കും ഒക്കെ വെച്ച് നമ്മൾ കിടക്കുമ്പോൾ ഒരു ഉറക്കത്തിലൊരു സുഖം ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മുടെ റൂമിലെ ലൈറ്റ് എപ്പോഴും ഡിം ആക്കുക. നല്ല ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം നല്ല ക്ലിയർ ആവില്ല. ഒരു ഡിം ലൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഉറക്കം സ്മൂത്ത് ആയിട്ട് പോവുള്ളൂ. നമ്മൾ ഇതൊക്കെ നോക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളും ഉണ്ട്. മൊബൈൽ ഫോൺ, നമ്മുടെ സ്ക്രീൻ നമ്മൾ കിടക്കുന്നതിന് മുൻപ് തന്നെ മാറ്റി വെക്കാം. ചിലരുണ്ട് കിടന്നു കഴിഞ്ഞിട്ട് മൊബൈൽ നോക്കി കുറച്ചു നേരം നോക്കിയിട്ട് ഉറക്കം വരുമ്പോൾ ഉറങ്ങാം എന്നുള്ള രീതിയിൽ. അങ്ങനെ വരുമ്പോൾ ബ്ലൂ ലൈറ്റ് നമ്മുടെ കണ്ണിലടിക്കുമ്പോൾ നമ്മുടെ ഉറക്കം കുറയുകയാണ് ചെയ്യുക. നമ്മൾ ഫോൺ മാറ്റി വെച്ചാലും നമുക്ക് ഉറങ്ങാൻ സാധിക്കില്ല. പിന്നെ അടുത്തത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കെഫീൻ ഒഴിവാക്കുക മാക്സിമം, അല്ലെങ്കിൽ ആൽക്കഹോളും കുറക്കുക. ഈ കെഫീനും ആൽക്കഹോളും നമ്മളെ ഉറക്കത്തെ വലിയ രീതിയിൽ തന്നെ ബാധിക്കും. പിന്നെ നമ്മൾ നാപ്പ് എടുക്കൂല ഉച്ചയ്ക്ക് അല്ലെങ്കിൽ വൈകിട്ട് കുറച്ചു നേരം ഒന്ന് കിടന്നുറങ്ങാം എന്നുള്ള രീതിയിൽ. ആ നാപ്പ് എന്ന് പറയുന്നത് അധികം നേരം ഉറങ്ങാതിരിക്കുക. കുറച്ച് സമയം വേണം ആ നാപ്പ് എടുക്കാൻ. നാപ്പ് എന്ന് പറയുന്നത് തന്നെ കുറച്ച് സമയത്തെ ഒരു കാര്യമാണ്. ഒരുപാട് നേരം ഉറങ്ങാണ്ടിരിക്കുക. നമ്മുടെ സ്റ്റേജ് 2 പറഞ്ഞില്ലേ, ആ സ്റ്റേജ് 2 വരെ എത്താനുള്ള പാകത്തിന് വേണം ഉറങ്ങാനായിട്ട്. അതുപോലെ കിടക്കുന്ന സമയത്ത് നമ്മൾ കിടക്കുന്ന ബെഡ്റൂമിൽ നമ്മൾ TV കാണുകയോ അതുപോലെ വർക്ക് ചെയ്യുകയോ ഒന്നും ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ബെഡിൽ കിടക്കുന്ന മുൻപ് ചാരി ഇരുന്ന് നമ്മൾ ഒന്നിക്ക് വർക്ക് ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കിടന്നുകൊണ്ട് TV കാണുക. അതൊക്കെ ഒഴിവാക്കിയാൽ നല്ല ഉറക്കം നമ്മൾക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഹെവി മീൽസ്, നമ്മൾ ഉറങ്ങുന്ന തൊട്ട് മുന്നേ ഹെവി മീൽസ് കഴിച്ചാൽ നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ ഉറങ്ങാൻ നേരത്ത് നമ്മുടെ റീസ്റ്റോറേഷൻ പ്രോസസ്സിൽ ലാഗ് ഉണ്ടാവും. ആ ടൈമിന് നടക്കില്ല. അപ്പൊ നമ്മൾ കിടക്കുന്നതിന് ഒരു 3 മണിക്കൂർ മുൻപെങ്കിലും ഭക്ഷണം കഴിക്കുക. അതും ഹെവി മീൽ അല്ലാണ്ട് ലൈറ്റ് മീൽസ് കഴിക്കുക. അത് നല്ലൊരു ഉറക്കത്തിന് വേണ്ടി നമ്മളെ സഹായിക്കും. ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തിനും മനസ്സിനും എല്ലാത്തിനും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമ്മൾക്ക് മനസ്സിലായി. അപ്പോ നല്ലൊരു ഉറക്കത്തിന് നമ്മൾ എപ്പോഴും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമ്മൾ വെറുതെ വിട്ട് കളയുന്ന ഒരു കാര്യമല്ല. ആ ഉറക്കത്തിന് എപ്പോഴും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അത് നമ്മുടെ ഫിസിക്കലും മെന്റൽ ഹെൽത്തിനൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ ഒത്തിരി സഹായിക്കും. നല്ലൊരു ക്വാളിറ്റി ലൈഫ് കിട്ടണമെങ്കിലും നമ്മുടെ ഈ ഉറക്കം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ദീർഘായുസിന്റെ ആദ്യ പടി എന്ന് പറയുന്നത് ഉറക്കം തന്നെയാണ്. താങ്ക് യു സോ മച്ച്.